ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. എന്താ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? ഫീൽഡ് ഉണ്ടായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അത് രണ്ടും, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിന്റെ ഒരു കാണുന്നുണ്ടോ, വായിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വേവ് ഫോം ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അതിൽ രണ്ടെണ്ണം പരസ്പരം പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡും ഉണ്ടായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടായിരിക്കും. പക്ഷെ അത് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും 90 ഡിഗ്രി അളവിലായിരിക്കും. ഒരെണ്ണം XY പ്ലെയിനിലാണെന്ന് വെച്ചാൽ ഒരെണ്ണം YZ പ്ലെയിനിലായിരിക്കും. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ബേസിസിൽ മാക്സ്വെല് ഒരു ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. അതിനാണ് മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയുക. പക്ഷെ അതിന് പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അതിൽ കുറച്ച് മോഡിഫിക്കേഷൻ, ആംബിയറിന്റെ സർക്യൂട്ട് ലോ ഉണ്ടല്ലോ, അതിൽ ഒത്തിരി മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് നമ്മുടെ മാക്സ്വെൽ കൊണ്ടുവരുന്നത്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നുള്ളതിലേക്ക് കൊണ്ടുവന്നിട്ട് അതാണ് പറയുന്നത്. ആംബിയർ സർക്യൂട്ട് ലോ നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതനുസരിച്ച് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കാരണം അതിലൊരു ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറയുന്ന ഒരു കറന്റ് നമ്മൾ ആംബിയർ സർക്യൂട്ട് അല്ലോയിൽ പറയണില്ല, പക്ഷെ അത് ശരിക്കും ഉണ്ടാവുന്നുണ്ട്. അതിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മാക്സ്വെല് അദ്ദേഹത്തിന്റെ ഇക്വേഷനിൽ. അതാണ് മാക്സ്വെൽ ഇക്വേഷൻ, ആംബിയർ മാക്സ്വെൽ ലോ. കണ്ടോ? അക്കോർഡിംഗ് ടു മാക്സ്വെൽ, സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോട്ട് ജസ്റ്റ് ദ കണ്ടക്ഷൻ ഇലക്ട്രിക് കറന്റ് ഡ്യൂ ടു ദ ഫ്ലോയിങ് ചാർജ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാവണം എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവണം, എന്നാലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. പക്ഷെ മാക്സ്വെൽ പറഞ്ഞു അങ്ങനെയല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണം എന്ന് വെച്ചാൽ അതിൽ കൂടെ കറന്റ് ഒഴുകിയാൽ മാത്രം പോരാ, അതിൽ ഇലക്ട്രിക് ഫീൽഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം. ഇലക്ട്രിക് ഫീൽഡ് അതായത് ഇലക്ട്രിക് കറന്റ് കണ്ടക്ടറിലൂടെ ഒഴുകിയാൽ മാത്രം പോരാ, ആ ഒഴുകുന്ന കറന്റിന് ഒരു ടൈം റേറ്റ് ചേഞ്ച് ഉണ്ടായിരിക്കണം. അതാണ് ആംബിയസ് മാക്സ്വെൽ ലോ. അതിൽ ടോട്ടൽ കറന്റ് I എന്നുള്ളതിന് കണ്ടക്ഷൻ കറന്റും ഡിസ്പ്ലേസ്മെന്റ് കറന്റിന്റെയും സമ്മായിട്ട് എഴുതി കൊടുക്കുന്നത്. I = IC + ID. ഇനി ഡിസ്പ്ലേസ്മെന്റ് കറന്റിന്റെ ഒരു ചെറിയൊരു പ്രൂഫ് ഉണ്ടായിരുന്നു. ഇലക്ട്രിക് ഫ്ലക്സ് Q/ε0 നമ്മുടെ ഇതിലോ ഗോസസ് ലോ വെച്ചിട്ട് അതിൽ എന്നിട്ട് രണ്ട് സൈഡും d/dt കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ d∅ = dQ/dt വന്നു. dQ/dt എന്താ? ചേഞ്ച് ഇൻ ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം. കറന്റ് ആണത്. Q/T കേസില് അത് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ആണ്, അതാണ് ID. ഇനി അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ID = ε0 dφE/dt വന്നു. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്താണെന്നുള്ളത് കറന്റ് ഡ്യൂ ടു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കറന്റ് ഫ്ലോ. ആംബിയേഴ്സിന്റെ ലോ വെച്ച് എന്താണ്? ഇന്റഗ്രൽ BdL = μI എന്നുള്ളൂ. ഇതിൽ വരുമ്പോൾ I എന്നുള്ളത് IC + ID ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്തു വന്നു. അപ്പോൾ എന്ത് വന്നു? ഇന്റഗ്രൽ BdL = μIC + μ0 ε0 dφE/dt. ഇതാണ് ആംബിയേഴ്സ് മാക്സ്വെൽ ലോ. ഇപ്പോൾ ഈ പാഠത്തിൽ പ്രൂഫ് എന്ന് പറയുന്നത് ഇതുള്ളൂ. ഇനി കുറെ തിയറി പോർഷനാണ്. തിയറി പോർഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ സോഴ്സ് എന്തൊക്കെയാണ്, എന്തിനൊക്കെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞേ. നിനക്കറിയുന്ന എന്തെങ്കിലും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിലുള്ള ഒരെണ്ണത്തിന് എക്സാമ്പിള്? ഒറ്റ അറിയില്ല. EM വേവ്, നമ്മുടെ വിസിബിൾ ലൈറ്റ്, UV റേസ്, IR ഒക്കെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അതന്നെ നമ്മള് EM വേവ് എന്ന് പറയുന്നത് ഒക്കെ പെടും. എക്സ്റേ, ഗാമ റേ ഒക്കെ അതിൽ പെടും. ഓക്കെ. ഇനി ഏതൊക്കെയാണ് സോഴ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? എ സ്റ്റേഷനറി ചാർജ് പ്രൊഡ്യൂസ് ഓൺലി ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. അനങ്ങാണ്ടിരിക്കുന്ന ഒരു ചാർജ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ചാർജസ് ഇൻ യൂണിഫോം മോഷനിൽ ഇരിക്കുന്നതിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും, പക്ഷെ മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വരില്ല. ഇനി ആക്സലറേറ്റിംഗ് ചാർജ് അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് ചാർജിന് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക അതൊരു ഇലക്ട്രിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയുള്ളതിനെയാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് ചുമ്മാ ഇരിക്കുന്ന ഒരു ചാർജിന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടാക്കാൻ പറ്റില്ല. യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ചാർജിനും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ,
വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാർജുകൾക്കാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഒരു ചെറിയ എക്സ്പെരിമെന്റ് ഒക്കെ ഉണ്ട് ഹെഡ്സിന്റെ ഒക്കെ. ഇതിലിപ്പോ ഇതിന്റെ കുറച്ച് അതിന്റെ ഹിസ്റ്ററി ഒക്കെയാണ്. എക്സ്പെരിമെന്റ് ഡെമോൺസ്ട്രേറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആദ്യമായിട്ട് എക്സ്പെരിമെന്റിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ഹെഡ്സ് ആണ്. അതിനുശേഷം 7 കൊല്ലത്തിന് ശേഷം ജഗദീഷ് ചന്ദ്രബോസ്, ഒരു ഇന്ത്യൻ സയന്റിസ്റ്റ്, GC ബോസ് കേട്ടിട്ടുണ്ടോ? JC ബോസിന്റെ ഞാൻ 7ാം പഠിക്കുമ്പോ ആളുടെ എത്രയാണ്ട് വാർഷികമൊക്കെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളുണ്ട്. അയാള് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഷോർട്ട് വേവ് ലെങ്തിലുള്ളത് ഉണ്ടാക്കാൻ പറ്റി. പിന്നെ അറൌണ്ട് സെയിം ടൈം മാർക്കോണി കേട്ടിട്ടില്ലേ? മാർക്കോണി ആളെന്നെ ആള് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വെച്ചിട്ടാണ് ഈ അതിന്റെ ഗവേഷണത്തിലാണ് റേഡിയോ കണ്ടുപിടിക്കുന്നത്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരു കുറച്ച് സ്ഥലം, അങ്ങനെയാണ് ഒരു സ്ഥലത്തുള്ള സൗണ്ട് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തത്. അങ്ങനെയാണ് ഈ റേഡിയോന്റെ ഇതിലേക്കൊക്കെ വന്നത്. ഇനി നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇതുവരെ എടുത്തത്? അപ്പോ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രത്യേകതകൾ എന്നാണ് ഇനി പഠിക്കാനുള്ളത്. EM വേവ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡൽ വേവും കേട്ടിട്ടില്ലേ? അതായത് നമ്മള് ഈ സൈൻ വേവ് പോലെ വരയ്ക്കുന്നതാണ് ട്രാൻസ്വേഴ്സ് വേവ്. ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്ന് പറയുമ്പോൾ കേട്ടിട്ടില്ലേ അങ്ങനത്തെ? ലോഞ്ചിറ്റ്യൂഡൽ പ്രൊപ്പഗേഷന്റെ ഡയറക്ഷന് പാരലൽ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ട്രാൻസ്വേഴ്സ് വേവ് കേട്ടിട്ടില്ല? ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്. ഏത് ഡയറക്ഷനിലാണോ ഈ മൂവ്മെന്റ് നമ്മുടെ വേവ് മൂവ് ചെയ്യണത് അതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും പാർട്ടിക്കിൾ മൂവ് ചെയ്യാം. ഇപ്പോ ഒരു സ്ഥലത്ത് ഒരു വള്ളി കെട്ടിവെച്ചിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് അതിന്റെ ഒരു അറ്റം പിടിച്ച് ഇങ്ങനെ ഒരു വേവ് ഫോം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ഒരു വേവ് ഉണ്ടാവില്ലേ? നാനാന വെച്ചിട്ടുള്ള വേവ് സൈൻ വേവിന്റെ സെയിം ഇതാണ്. അതാണ് ട്രാൻസ്വേഴ്സ് വേവ്. മാഗ്നറ്റിക് വേവ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അതില് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അത് രണ്ടെണ്ണം പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. പക്ഷെ ഇതിന് രണ്ടെണ്ണത്തിന്റെ ഡയറക്ഷനും ഈ വേവിന്റെ ഡയറക്ഷന് സെയിം ആയിരിക്കും. ഇനി സ്പീഡ് ഓഫ് EM വേവ് ഇൻ വാക്വം ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. C = 1/μ0 × ε0. ഇനി സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഏതെങ്കിലും ഒരു മീഡിയത്തിലേക്ക് വരുമ്പോൾ അതെന്താവും? ആ ഒബ്ജക്റ്റിന്റെ പെർമിയബിലിറ്റിയും പെർമിറ്റിവിറ്റിയും ആയിട്ട് കണക്ട് ചെയ്യും. അതാണ് ആ ഇക്വേഷൻസ് പറയുന്നത്. ഒന്ന് വായിച്ച് ഓർത്ത് വെച്ചാൽ മതി ഇതില് എന്തൊക്കെയാന്ന്. നിങ്ങൾക്ക് ഇക്വേഷൻ എല്ലാം ഒന്നും പഠിക്കാൻ പറ്റില്ല എന്ന് വെച്ചാലും കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കാം. സോറി, ഇതിന്റെ പോയിന്റുകളൊക്കെ പഠിച്ചു വെക്കാം. പിന്നെന്താ, ഈ EM വേവിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മീഡിയം വേണമെന്നൊന്നുമില്ല. സൗണ്ട് വേവ് ആണെച്ചാൽ എന്തെങ്കിലും ഒരു മീഡിയം വേണം. എയർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീഡിയം ഉണ്ടെങ്കിലേ മൂവ് ചെയ്യുള്ളൂ. വാക്വത്തിലൊന്നും നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റില്ല. പക്ഷെ EM വേവിന് അതിന് പ്രത്യേകിച്ച് ഒരു മീഡിയം വേണമെന്നില്ല. പിന്നെന്താ, ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് എനർജി ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിന് സാധിക്കും. പിന്നെ ഇതില് 4ാമത്തെ പോയിന്റ് ഉണ്ട്. അത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ റിലേറ്റ് ചെയ്യുന്നത്. E0/B0 = C എന്നുള്ളത് നമ്മുടെ 3 × 10⁸. അത് ഇടയ്ക്ക് കണക്കിൽ ചോദ്യം വരാറുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു തരും, ഒന്നില്ലെങ്കിൽ E0 അല്ലെങ്കിൽ B0 തരും. എന്നിട്ട് അതിൽ നിന്ന് നമ്മളോട് മറ്റേത് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ C വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അതേതാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള EM വേവിന്റെ ഒരു സ്ട്രക്ചർ. 3D പിക്ചർ ആണ്. അപ്പൊ അത് നീ അങ്ങനെ ഒന്ന് മനസ്സിൽ കാണണം. അതില് അതിന്റെ എക്സ്പ്രഷൻ E = E0 sin kz - ωt യും BY അല്ലെങ്കിൽ ആ y ഒക്കെ കൊടുത്തോളുന്ന ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. B0 sin kz - ωt. സോറി, അതിൽ kന്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. 2π/λ. ഒമേഗ എന്നുള്ളത് 2π/λ ആണ്. അപ്പോൾ C എന്നുള്ളത് ω/k ആണ്. അതൊക്കെ ജസ്റ്റ് ഇത് ഇങ്ങനെ പ്രൂഫായിട്ടൊന്നുമില്ല, ഇങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ ഈ പാഠത്തിന് തീരെ വെയിറ്റേജ് കുറവുള്ള പാടാണ്. അത് കാരണം ഇങ്ങനെ പെട്ടെന്ന് എടുത്തു പോകുന്നു കേട്ടോ. കണ്ടാതി ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ക്വസ്റ്റ്യൻ അത്. പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഫ്രീക്വൻസി 25 MHz ആണ്. മെഗാഹെഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മെഗാ എന്ന് പറഞ്ഞാൽ എത്രയാ? മെഗാ 1000 അല്ല, 10⁻⁶ ആണ് മെഗാ വരും കേട്ടോ.
മെഗാഹെഡ്സ് ട്രാവൽ ചെയ്യുന്നു ഇൻ എ ഫ്രീ സ്പേസ് അലോങ് എക്സ് ഡയറക്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഇൻ സ്പേസ് ഈസ് ഈക്വൽ ടു 6.3 വോൾട്ട് പെർ മീറ്റർ. വാട്ട് ഈസ് ദ ബി? നമുക്ക് ഇതിൽ ഇ തന്നിട്ടുണ്ട്, ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അപ്പൊ ബി കിട്ടി. ഞാൻ ഈ ഇത് ഗ്രൂപ്പിൽ ഇടാം, എന്തായാലും നോക്കണം കേട്ടോ, പരീക്ഷയ്ക്ക് മുപ്പാട് എപ്പോഴെങ്കിലും. ഇനി അടുത്തതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അത് പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്കറിയുന്ന EM വേവിനെയൊക്കെ അതിന്റെ വേവ് ലെങ്ത്തിന്റെ അല്ലെങ്കിൽ ഫ്രീക്വൻസിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നതിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയാം. ഗാമ റേസ്, എക്സ്റേ, അതില് നിങ്ങളുടെ മറ്റേ ക്ലാസ് ടേബിൾ ഉണ്ടാവില്ല, അതിലുണ്ടാവും ഈ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ്. ചിലപ്പോ ഇതിന്റെയൊക്കെ വേവ് ലെങ്ത് ഒക്കെ ചോദിക്കാറുണ്ട്. ഇനി ഇതിലുള്ള ഓരോ വേവിനെ കുറിച്ചുള്ള പ്രത്യേകതകളാണ് പറയുന്നത്. റേഡിയോ വേവിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്, അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. റേഡിയോ വേവ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? റേഡിയോ വേവ്സ് നമ്മുടെ റേഡിയോ എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ എന്താ, FM, AM അതിലേക്കൊക്കെ യൂസ് ചെയ്യും. അത് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 kHz മുതൽ 1000 MHz വരെയാണ്. വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ളതാണ് റേഡിയോ വേവ്സ് നമ്മുടെ EM വേവിന്റെ ഇതില്. പിന്നെ മൈക്രോവേവ്, ഷോർട്ട് വേവ് ലെങ്ത് റേഡിയോ വേവ്സിനെയാണ് മൈക്രോവേവ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ജിഗാഹെഡ്സിന്റെ ഇതിലാണ് വരിക. പിന്നെ യൂസ്ഡ് ഫോർ എന്തിനൊക്കെയാ? റഡാർ സിസ്റ്റത്തിന്റെ വേണ്ടിയിട്ട്. റഡാർ കേട്ടിട്ടില്ലേ? ഈ ബോട്ടിന്റെ അല്ലെങ്കിൽ ഷിപ്പിന്റെ ഒക്കെ അടിയിൽ എത്ര ദൂരം താഴെയാണ് സീന്റെ തട്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റഡാർ സിസ്റ്റം. അതിൽ യൂസ് ചെയ്യുന്നതാണ് മൈക്രോവേവ്. പിന്നെ മൈക്രോവേവ് ഓവനിലും യൂസ് ചെയ്യും. ഇനി മൈക്രോവേവ് ഓവനിൽ എങ്ങനെ ഫുഡ് ചൂടാക്കുന്നതെന്ന് അതെങ്ങനെയാ വെച്ചാല്, ശരിക്കും നീ ഒരു പാത്രം വെച്ചെന്ന് വെക്കുക, എന്നിട്ട് പക്ഷെ മൈക്രോവേവ് എടുക്കുമ്പോൾ ഈ പാത്രം ചൂടായി ഉണ്ടാവില്ല, അതിന്റെ ഉള്ളിലുള്ള ഫുഡ് ചൂടായി ഉണ്ടാവുള്ളൂ. അതെന്തുകൊണ്ടാ? ഈ മൈക്രോവേവ് ഉണ്ടല്ലോ, ഈ റേസ് ഈ ഫുഡിന്റെ ഉള്ളിലുള്ള വെള്ളത്തിന്റെ മോളിക്യൂളിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. അപ്പൊ വൈബ്രേഷൻ മൂലം അതിൽ ചൂടുണ്ടാവും. ആ ചൂട് കൊണ്ടാണ് ഈ ഫുഡ് ചൂടാക്കുന്നത്. അതില് ആ പാത്രത്തിന്റെ ഒരു പ്രത്യേകതയും അത് നോക്കണില്ല. ഇനി അടുത്തത് ഇൻഫ്രാറെഡ്. ഇൻഫ്രാറെഡ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ തെറാപ്പികൾക്ക്, ഈ ഫിസിക്കൽ തെറാപ്പീസ് ഒക്കെ യൂസ് ചെയ്യും. പിന്നെ സാറ്റലൈറ്റ്സിന് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ഹൗസ് എഫക്റ്റും IRAസും തമ്മിലുള്ള ബന്ധമൊക്കെ അറിയില്ലേ? ചൂട് കൂട്ടാൻ വേണ്ടി സാധിക്കുന്നത് ഈ IRAസ് കാരണമാണ്. IRAസ് ഭൂമിയിലേക്ക് എത്തി തിരിച്ചു പോകാണ്ടാവുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ ചൂട് കൂടുന്നത്. ഇനി അടുത്തത് വിസിബിൾ റേസ്. വിസിബിൾ റേസ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് കാണാൻ പറ്റുന്ന റേസ്. പല പല കളർ, 7 കളറൊക്കെ ഇല്ലേ, അതൊക്കെ കൂടിയിട്ടുള്ളതാണ് വിസിബിൾ റേസ്. ആ പേര് കൊണ്ട് അതാണ് അർത്ഥാക്കുന്നത്. നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്ന നിറം, അതാണ് വിസിബിൾ റേസ് കൊണ്ട് അർത്ഥാക്കുന്നത്. ഇനി അൾട്രാവയലറ്റ് റേസ്. UV റേഡിയേഷൻ എന്തിനൊക്കെ യൂസ് ചെയ്യാം? UV റേസും ഈ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ കൊല്ലാൻ വേണ്ടി യൂസ് ചെയ്യും. ഈ ഇങ്ങനെ നമ്മൾ ഓരോ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യില്ലേ മൈക്രോബയോളജിക്കല്, അതിലിപ്പോ മൈക്രോബ്സിനെ ഇങ്ങനെ സ്റ്റെയിനിങ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ വളർത്താനും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കൾച്ചർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, വേറെ ഓർഗാനിസം ഒന്നും വന്ന് അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ അതൊരു ലാഫ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സ്ഥലത്തിൽ വെച്ചിട്ടാണ് ചെയ്യുക. അതിൻ്റെ ഉള്ളില് UV റേസ് ആദ്യം തന്നെ കടത്തി വിട്ടിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ കൊല്ലും. അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഈ മൈക്രോബ്സിന്റെ വെച്ചിട്ട് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യുള്ളൂ. ഇത് കണ്ട ലാമ്പുകൾ വെച്ചിട്ട് മൈക്രോ ജേംസിനെ ഒക്കെ കൊല്ലും വാട്ടർ പ്യൂരിഫയറിൽ. പിന്നെ ലാസിക് സർജറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. UV റേസ് പിന്നെ ഈ കുറെ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളിലെ മ്യൂട്ടേഷനൊക്കെ കാരണമാക്കും. അത് കാരണമാണ് ഓസോണിന്റെ ഡിപ്ലീഷൻ കാരണം ഭൂമിയിലേക്ക് UV റേസ് കൂടുതൽ വരുന്നു. അത് കാരണം കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ പറയണില്ലേ. അടുത്തത് എക്സ്റേ. എക്സ്റേ ആണ് നമ്മുടെ ഇതിൽ ഏറ്റവും ആദ്യം ഇങ്ങനെ കണ്ടുപിടിക്കപ്പെട്ട ഒരു റേ. ഇതൊരു അബദ്ധവശ കണ്ടുപിടിച്ച ഒരു റേ ആണ്. ഒരു എക്സ്റേ കണ്ടുപിടിച്ച ആരാ? പോട്ടെ അതൊക്കെ പിന്നെ നോക്കാം. തൽക്കാലം ഇത് വായിച്ചു നോക്ക്. എക്സ്റേ അങ്ങനെ ഒരു പെനിട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിന് കൂടുതൽ. അത് കാരണമാണ് നമ്മുടെ കയ്യുമ്മത്തൊക്കെ തൊലിയൊക്കെ കടന്നുപോയി നമ്മുടെ എല്ലിന്റെ ഒക്കെ രൂപം നമുക്ക് കിട്ടുന്നത്.
അത് കാരണം അതൊരു ഡയഗ്നോസ്റ്റിക് ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഗാമാ റേസ്. ഗാമാ റേസ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻ ആണ്, ന്യൂക്ലിയർ റിയാക്ഷൻ മൂലം ഉണ്ടാവുന്നതാണ്. പിന്നെ അത് കുറേയൊക്കെ ആയി നമ്മുടെ ശരീരത്തിന് കേടാവും, ക്യാൻസർ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ പാഠം കഴിഞ്ഞു. ഇത് കേട്ടില്ലേ? ഓക്കെ.